നിങ്ങൾ മഴയാണെന്ന് സങ്കല്പിക്കുക. മഴയോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് മഴയായിട്ടുള്ള ഉത്തരം പറയാൻ പറ്റുമോ? ടേക്ക് ഓഫ് ആണ് കേട്ടോണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ജിബിനാണ്. ഇപ്പൊ നമ്മളുടെ കൂടെ ആരാ നോക്കട്ടെ. എന്റെ പേര് അൻസല്, തൃശ്ശൂർ നാട്ടില്. അൻസല് എന്താ വിശേഷം? ഉഷാറല്ലേ? അൻസൽ അതെ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കാൻ ജാതി ചെയ്യുമ്പോട്ടോ. ആയിക്കോട്ടെ, തുള്ളികളെ തെറിപ്പിച്ചിട്ട് പെട പെടക്കണ്ട, സ്ലോയില് പോയാൽ മതി. ഇല്ലില്ല, നമ്മള് ജാതി നമ്മളെ പഴയ ബുള്ളറ്റ് ഓടിക്കുന്ന മൂടില് പോകും. അതാണ് അതിന്റെ വൈബ്. അതാണ് അതിന്റെ ഫീല്. ആയിക്കോട്ടെ. അപ്പൊ ചോദ്യം പറയൂ. ഇഫ്തിഹറിന്റെ ചോദ്യാണേ. ഓക്കെ. മഴയോട് ചോദിക്കാൻ, നീ വരുമ്പോ എന്തിനാണ് ആ ഇടീനെയും മിന്നലിനെയും കൂടെ കൂട്ടുന്നത്? അവർ നിന്റെ ബോഡി ഗാർഡാണോ? വെയിൽ വന്നാൽ നീ എങ്ങോട്ടാണോ ഓടി ഒളിക്കുന്നത്? പേടിയാണോ അവനെ? അപ്പൊ ആദ്യം ഇതിന്റെ ഉത്തരം പറ. ആദ്യം ഇടിയും മിന്നലും എന്തിനാണ് കൂടെ കൂട്ടുന്നത്? ഇടിയും മിന്നലും കൂടെ കൂട്ടുന്നത് നമ്മളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലുള്ള ബച്ചപ്പൻ കഥ പുസ്തകമാണ്. നമ്മളിപ്പോ ഒരുവിധം വളർന്ന് വലുതായി എന്ന് വിചാരിച്ചിട്ട് നമ്മളെ പഴയ കൂട്ടുകാരെ ഒഴിവാക്കാൻ നമുക്ക് പറ്റില്ല. ഏത് ടീമിലും ഉണ്ടാവും, എല്ലാ ചടച്ചടാക്കളും ഉണ്ടാവും, നല്ലടാക്കളും ഉണ്ടാവും. ഇതെല്ലാതും കൂടുമ്പോഴാണ് നല്ലൊരു ടീമാവുക, ഇല്ലേ? അതത്രേ ഉള്ളൂ. അപ്പൊ അത് നമ്മള് ചങ്ക് കറള് എന്നൊക്കെ പറയുന്ന ടീമുകൾ നമ്മളെ ഇടിയാട്ടനും മിന്നലാട്ടനും. അപ്പൊ ഇടിയാട്ടനും മിന്നലാട്ടനും നമ്മളെ ഒഴിവാക്കിയിട്ടുള്ള ഒരു കളിക്ക് നമ്മൾ ഏത് പടാ ടീമാണ് വിളിച്ചാലും നമ്മൾ മൂന്നാളെ പോവുള്ളൂ. ചിലപ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് ഡിലേ വരും, പക്ഷെ അവരില്ലാണ് നമ്മളൊരു കളിക്കില്ല. നമ്മള് ത്രിമൂർത്തികൾ മൂടണം. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് മഴയ്ക്കുള്ള ഒരു ഫാൻ ബേസ് ഇവർക്കില്ല. ഇടുക്കി മിന്നലിന് അത്ര ഫാൻ ബേസ് ഇല്ല കേട്ടോ. പക്ഷെ അതങ്ങനെയാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഈ മഴേനെ മഴയാക്കുന്നത് ഇടി മിന്നലുണ്ട്. കാരണം മഴ വരുന്നു എന്ന് അറിയിക്കുന്നത് മനസ്സിലാവണ്ട. ഇപ്പൊ പണ്ട് നമ്മള് ഈ മുസ്ലിം പള്ളികൾ ബാങ്ക് കൊടുക്കുമ്പോൾ ഈ മൈക്കുമ്പോ രണ്ട് കുത്തുണ്ട് ഡും ഡും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആൾക്കാർ അത് ഇതാക്കി. അതേപോലെ നമ്മളെ ഇടി വെട്ടുമ്പോഴും മിന്നലടിക്കുമ്പോഴും മഴ വരുന്നുണ്ട് എന്നുള്ള ഒരു വാണിങ്ങില്ലേ. അപ്പൊ മഴേനെ ഇഷ്ടമുള്ളവർക്ക് അതിന് കാത്തിരിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. മഴ വരും, ഓർക്കാപ്പുറത്ത് വരുന്ന പോലെ അല്ലല്ലോ, കാത്തിരുന്നിട്ട് കിട്ടുമ്പോൾ ഒന്നും കൂടി സുഖമാണ്. പിന്നെ അടുത്ത ചോദ്യം, വെയിൽ വന്നാൽ നിങ്ങൾ എങ്ങോട്ടാണ് ഓടി ഒളിക്കുക? വെയിലിനെ പേടിയാണോ? ഇതിനുള്ള ഉത്തരം മഴ പറഞ്ഞേ പറ്റുള്ളൂ. വെയിലിനെ പേടിയുണ്ട്. വെയിലിനെ പേടിച്ചിട്ടല്ല. അത് വെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെയിൽ വരുമ്പോൾ നമ്മൾ മഴ പെയ്യാറുണ്ട്, പക്ഷെ നമ്മൾ കനത്തിൽ പെയ്യില്ല. അത് നമ്മൾ ഈ കുറുക്കനായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്. കുറുക്കൻ അറിയില്ലേ? കുറുക്കൻ. അപ്പൊ നമ്മൾ ഈ മെയിൻ ആയിട്ട് ഈ മഴയത്ത് വെയിൽ ഒരുമിച്ച് നമ്മൾ വരാൻ ശ്രമിക്കാറുണ്ട്. ചില സമയത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ്. ആ സമയത്ത് കുറുക്കൻ ഉറങ്ങണ നേരമാകുമ്പോ നമ്മളത് വരില്ല. ഈ കുറുക്കന്റെ കല്യാണം എന്ന് പറയും. ഈ മഴയും വെയിലും ഒരുമിച്ച് വന്ന കുറുക്കന്റെ കല്യാണം എന്ന് കാരണന്മാര് പറഞ്ഞു. കേട്ടിട്ടുണ്ടോ? കാരണന്മാര് പറയും. അപ്പൊ നമ്മളാ ഒരു കല്യാണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പൊ ചില സമയത്ത് ഈ കല്യാണം നടക്കാത്ത വല്ല ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോ നമ്മൾ മാറി നിൽക്കണാണ്. കാരണം അത് രണ്ടും കൂടി വന്നിട്ട് കുറുക്കന് ഫീലിങ്സ് അടിക്കാൻ പാടില്ല. മഴയും വന്നു വെയിലും വന്നു. അപ്പൊ പിന്നെ അത് നമ്മൾ എന്തെങ്കിലും വലിയ ഇഷ്യൂസ് വരുമ്പോ നമ്മൾ മാറി നിൽക്കും. അപ്പൊ മനസ്സിലാക്കണത് ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രശ്നങ്ങളാണ്. അടിപൊളി. ഫൈനൽ ഒറ്റ ക്വസ്റ്റ്യൻ, അഞ്ജനന്റെ ഒരു ക്വസ്റ്റ്യനും കൂടി. ഇപ്പൊ മഴയ്ക്ക് മോൺസിംഗ് ഉള്ള സീസൺ ആയതുകൊണ്ടാണോ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് എന്നുള്ള ചോദ്യം? ഇല്ല, മോൺസിംഗിന്റെ അല്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വൈറൽ ഫീവർ എല്ലായിടത്തും ഉണ്ട്. ഇതിപ്പോ ഈ മഴ മുഴുവൻ കൊണ്ടിട്ട് ഇവര് വന്നിട്ട് ഈ മഴ തുമ്മി 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 എന്ന് പറഞ്ഞ് നടക്കില്ലേ. അപ്പൊ ഈ മഴയ്ക്കും ഒരു ജീവനുള്ളൊരു ഫീൽ തന്നെയാണ്. ജീവനുണ്ട്, ഇല്ലേ? നമ്മള് ജീവനുണ്ടല്ലോ. ഈ ഹോസ്പിറ്റലുകാരായിട്ട് നിങ്ങൾ ടൈപ്പ് ഉണ്ടോ? ടൈപ്പ് ഉണ്ട്. അത് ഹോസ്പിറ്റലുകാരായിട്ടും ഉണ്ട്, നമ്മള് ഈ സർവീസുകാരായിട്ടും ഉണ്ട്. നിങ്ങൾ സർവീസ് സെന്ററിലെ കേസ് ചോദിച്ചിരുന്നില്ലേ? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സർവീസ് കമ്പനി ആയിട്ടുള്ള ഒരു ഡിംഗോൾഫി, അത് വേറെ ഒന്നുമല്ല. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വണ്ടി ഒരു ഫുള്ള് നീറ്റ് ആയിട്ട് വണ്ടി കഴുകി ഇറങ്ങി പോകുമ്പോ നമ്മളിത് കഴുകിയതിന് ശേഷം നമ്മൾ വീണ്ടും വെള്ളാക്കണം. അപ്പൊ ആ റോഡ് ചെളിയാവും, ചെളി തെറിക്കണം. അപ്പൊ ചെളി തെറിക്കുമ്പോ വീണ്ടും വണ്ടി കഴുകാൻ കൊണ്ടുപോകും. അപ്പൊ ആ കഴുകിയ വെള്ളം വണ്ടി കഴുകിയ വെള്ളം ഒലിച്ച് വീണ്ടും കടലിലേക്ക് എത്തണം. അവിടെ നിന്ന് നമ്മൾ ആ കടലിൽ നിന്ന് ആ സാധനം വലിച്ചെടുത്തിട്ട് മേലാക്കിയിട്ട് വീണ്ടും നമ്മൾ മഴയാക്കി എടുക്കണം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ആ ഒരു സൈക്ലിങ്. അടിപൊളി ബ്രോ, അടിപൊളി. ഒരു രക്ഷയില്ലാട്ടോ, ഗംഭീരായിട്ട്. ഇതിൽ കൂടുതൽ പോത്തസിന് വായിക്കാനില്ലാന്ന് പറഞ്ഞ പോലെ എവിടെ പോലെ നോക്കാല്ലോ. നിങ്ങൾക്ക് തന്നെ വാഴ 2ന്റെ സമ്മാനം നിങ്ങൾ പോയി കാണണം.